ഇവിടെ സ്വർണ്ണക്കട കയറിയപ്പോഴും കുപ്പി, സ്വർണ്ണക്കടയിൽ കുപ്പി ഇവിടെ. രാവിലെ തന്നെ ചെന്ന് കയറിയിരിക്കുന്നത് ബാറിലാണെന്നാരും തെറ്റിദ്ധരിക്കരുത്. ഇത് പട്ടായയിലെ തായ്ലൻഡിലെ ഒരു ആഭരണ വിൽപ്പനശാലയാണ്. വെറും ആഭരണ വിൽപ്പനശാലയല്ല, ആഭരണങ്ങളിലുള്ള കല്ലുകൾ, ജന്മനക്ഷത്രങ്ങൾ, അവ കൃത്രിമമായി നിർമ്മിച്ചതും പ്രകൃതിദത്തമായി ലഭിച്ചതും ഇവിടെ സംസ്കരിച്ച് ഇവിടെ വിൽപ്പന നടത്തുന്നു. അങ്ങനെ ഒരു വിൽപ്പന കേന്ദ്രത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ പേര് ജെംസ് ഗാലറി എന്നാണ്. ഇവിടെ ഇപ്പോൾ വെൽക്കം ഡ്രിങ്കായി നൽകുന്നത്, നമ്മുടെ എല്ലാം കല്യാണത്തിനും മറ്റും പൊതുചടങ്ങുകളിൽ നമ്മൾ പോകുമ്പോൾ വെൽക്കം ഡ്രിങ്ക് നൽകാറുണ്ട്. ഇവിടെ വെൽക്കം ഡ്രിങ്കായി നൽകുന്നത് മദ്യമാണ്. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ മാത്രം വാങ്ങി കുടിക്കാം. വലിയ അളവ് മദ്യമൊന്നും നൽകിയില്ല, ചെറിയൊരളവ് മദ്യം മാത്രമാണ് അവിടെ നൽകുക. അടിച്ച് ഫിറ്റായിട്ടുള്ളിൽ കയറാമെന്ന് കരുതിയാൽ ആ പരിപാടി നടക്കില്ല. ഒരു ചെറിയ അളവ് മാത്രം മദ്യം അവിടെ നൽകുന്നതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭരണ രത്ന നിർമ്മാണശാലയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. 15,200 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പട്ടായയിലെ വലിയൊരു ആഭരണ രത്നനിർമ്മാണശാലയാണിത്. ഇതിൻ്റെ പേര് ജെംസ് ഗാലറി പട്ടായ എന്നാണ്. പ്രകൃതിദത്തമായ കല്ലുകളും കൃത്രിമമായി നിർമ്മിക്കുന്ന സിന്തറ്റിക് കല്ലുകളും ഇവിടെ ലഭ്യമാണ്. ലൈഫ് ടൈം വാറണ്ടിയാണ് ഇവരുടെ ആഭരണങ്ങൾക്ക് ഇവർ നൽകുന്നത്. ഏത് സമയവും ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് വിൽപ്പന നടത്തിയ ആഭരണങ്ങൾ, കല്ലുകൾ, ഇവരൊരു സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകും. ആഭരണം വാങ്ങുന്നതിനോടൊപ്പം ആ സർട്ടിഫിക്കറ്റ് സഹിതം ഇവിടെ എത്തുകയാണെങ്കിൽ ആ മേടിച്ച പൈസ അല്ലെങ്കിൽ അന്നത്തെ ആ ആഭരണത്തിൻ്റെ റേറ്റ് അവർ കൃത്യമായി മടക്കി നൽകും എന്ന ഗ്യാരണ്ടിയിലാണ് നമ്മൾക്കിവർ ആഭരണം വിൽപ്പന നടത്തുന്നത്. ജെംസ് ഗാലറി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന വൻ ആഭരണ നിർമ്മാണ ഫാക്ടറിയുടെ ഒരു ഇൻഡസ്ട്രിയാണത്. അവരുടെ ഉടമസ്ഥയിലാണ് ഈ സ്ഥാപനം നടത്തുന്നത്. 35 വർഷമായി ഈ സ്ഥാപനം ഇവിടെ മാത്രം ആരംഭിച്ചിട്ട് ലോകത്ത് പല ഭാഗത്തും പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു ആഭരണ നിർമ്മാണ ഇൻഡസ്ട്രിയാണ് ജെംസ് ഗാലറി എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്ഥാപനം മാത്രമാണിത്. ഇതും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഭരണ രത്നനിർമ്മാണ ശാലയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിലപിടിപ്പുള്ള കല്ലുകൾ കുഴിച്ചെടുത്ത് അവയെ പോളിഷെല്ലാം ചെയ്ത് അതിനെ മിനുക്കി നക്ഷത്ര രൂപത്തിലാക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഇവിടെ നേരിട്ട് കാണാം. അതുപോലെ തന്നെ കൃത്രിമ രത്നങ്ങളായ സിന്തറ്റിക് കല്ലുകളുണ്ട്. അവയും ഇവിടെ ഇവർ കൃത്രിമമായി നിർമ്മിച്ചെടുക്കുന്നത് നമ്മുടെ കൺമുമ്പിൽ കാണാം. ഈ ഉൽപ്പന്നങ്ങളെല്ലാം ഇവിടെ നിന്ന് വാങ്ങുന്നതിനുള്ള സൗകര്യവും ഇവർ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വലിയൊരു ആഭരണ വിൽപ്പനശാല കൂടിയാണിത്. നമ്മുടെ എല്ലാ നാട്ടിലെ കല്യാൺ ജ്വല്ലേഴ്സും ആലുക്കാസും മലബാർ ഗോൾഡും അതെല്ലാം ഇവരുടെ ഈ ഒരു ഷോപ്പ് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ല. ഇവിടെ ഓട്ടോറിക്ഷ കൂട്ടി പോയാൽ പോലും ഇതിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് തീരാൻ സാധിക്കത്തില്ല. അത്രത്തോളം വിസ്തൃതിയിലാണ് ഈ ആഭരണ നിർമ്മാണശാല ഇവിടെ വ്യാപിച്ചു കിടക്കുന്നത്. ഇവിടുത്തെ ഇതിൻ്റെ ഉള്ളിലെ ആഭരണം നിർമ്മിക്കുന്നതും കല്ലുകൾ നിർമ്മിക്കുന്നതുമായ ചില ദൃശ്യങ്ങളും ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകളും, ഉള്ളിലൊന്നും വീഡിയോ എടുക്കാൻ സമ്മതിക്കുകയില്ല, എന്നാലും ഞാൻ പരമാവധി പറ്റുന്നത്രോളം വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വീഡിയോകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതിൻ്റെ ഉള്ളിലെ മനോഹരമായ ദൃശ്യങ്ങൾ.
ഏതാ ഇപ്പോൾ എക്സാമ്പിൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പതിനെട്ട് കയറ്റി സിൽവർ അങ്ങനെയാണ്. ഇത് സ്വർണ്ണമാണോ? ഇത് സ്വർണ്ണമോ? ഇത് സ്വർണ്ണം വിറ്റ് അതിൻ്റെ ആ ഒരു ഇതിനൊക്കെയാണ്. ഇതിൻ്റെ എത്ര വില വരുമോ? ഗോൾഡ് എത്ര ഉണ്ടോ? ഈ സ്ഥാപനത്തിലെ ആഭരണങ്ങളുടെ നിർമ്മാണവും ഈ കല്ലുകളുടെ മേന്മയും കണ്ടപ്പോൾ ഞാനും തീരുമാനിച്ചു കുറച്ച് കല്ലുകളും ഒരു മാലയും വാങ്ങണമെന്ന്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫിൻ്റെ അനുജത്തിയുടെ കല്യാണത്തിന് ഇപ്പോൾ അടുത്ത ദിവസം കല്യാണം നടക്കാൻ വേണ്ടി പോവുകയാണ്. ഞാൻ ഈ പറയുന്ന കുറച്ച് കല്ലുകളും ഒരു മാലയും വാങ്ങി. ഇവിടെ എത്തിയപ്പോഴാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് വെള്ളിയുടെ മാല കഴുത്തിലിട്ടാൽ അലർജിയുള്ള കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. ഇവർക്കാർക്കും ഈ മാലയോ ഈ കല്ലുകളോ വേണ്ട പോലും, ഇവർക്ക് സ്വർണം മാത്രം മതിയെന്ന്. അതുകൊണ്ട് അടുത്ത വർഷം വീണ്ടും ഈ വാങ്ങിയ ആഭരണങ്ങൾ പട്ടായയിലെ ജെംസ് ഗാലറിയിൽ കൊണ്ടുപോയി തിരികെ നൽകി മുടക്കിയ പണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഞാനും കാത്തിരിക്കുന്നത്. വീണ്ടും കാണാം.